ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിനായക ചതുർത്ഥിയാണ് നാളെ മുതൽ. കേരളത്തിലൊക്കെ ബുധനാഴ്ചയാണ് ആഘോഷിക്കുന്നതെങ്കിലും നമ്മൾ ഭഗവാനെ വീട്ടിൽ വെക്കാനും പ്രാർത്ഥിക്കാനും ഏറ്റവും ഉചിതമായ സമയമെന്ന് പറയുന്നത് അത്തവും ചതുർത്ഥി തിഥിയും ചൊവ്വാഴ്ചയും കൂടി ഒന്നിച്ചു ചേരുന്ന നാളെയാണ്. ഗണേശ അഥർവ ശീർഷത്തിൽ പറയുന്ന ഒരു പൂജയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞങ്ങളുടെ പണ്ഡിറ്റ്ജി ഞങ്ങൾക്ക് വളരെയധികം പ്രാധാന്യത്തോടുകൂടി എല്ലാ വർഷവും പറഞ്ഞു തരുന്നതാണ് ഈ ഒരു പൂജ. നമ്മുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാ വർഷവും ഞങ്ങളിത് ചെയ്യാറുണ്ട്. ഈ വർഷം ചെയ്താൽ അടുത്ത ഗണേശ ചതുർത്ഥിക്ക് മുൻപായിട്ട് നമ്മൾ എന്തൊരാഗ്രഹമാണോ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത് ഭഗവാൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സാധിച്ചു തന്നിരിക്കും. വലിയ ചെവിയുള്ള ആ ഭഗവാൻ തൻ്റെ ഭക്തരുടെ എന്തൊരു സങ്കടങ്ങളെയും വേദനകളെയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും അവയ്ക്കുള്ള പരിഹാരം തരികയും ചെയ്യും. ഭഗവാന് എന്താ പറയുന്നത്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സാണ്. നമ്മൾ ഭഗവാന്റെ അടുത്ത് ചെന്ന് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ ഭഗവാൻ അത് വളരെ പെട്ടെന്ന് കേൾക്കും. അതിലും തന്നെ ഭഗവാന് മോദകം സമർപ്പിച്ച് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും സഡനായിട്ട് തന്നെ ഭഗവാൻ അതിനുള്ളൊരു വഴി നമുക്ക് കാണിച്ചു തന്നിരിക്കും. ഇന്ന് ഞാൻ പറയുന്നത് എല്ലാ വർഷവും മുടങ്ങാതെ ഞാൻ ചെയ്ത് എനിക്ക് ഫലം ലഭിച്ചിട്ടുള്ള വളരെ ചെറിയ ഒരു പരിഹാരമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ്. എല്ലാവരും ഇത് ചെയ്യണം. കാരണം നിങ്ങളുടെ എന്തൊരാഗ്രഹമാണെങ്കിലും ഭഗവാൻ അത് നമുക്ക് സാധിച്ചു തരും. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു പരിഹാരം എന്ന് നോക്കാം. അതായത് നിങ്ങൾ നാളെയാണ് ഗണേശ ഭഗവാനെ വീട്ടിൽ വെക്കുന്നതെങ്കിലും ബുധനാഴ്ചയാണെങ്കിലും വെക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കളിമൺ ഗണേശനെ വീട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് നമ്മൾ പൂജ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഇനിയിപ്പം നിങ്ങൾക്കത് സാധിക്കില്ലാത്തവർക്ക് മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെക്കണം. ഈ ഒരു ഗണേശനെ നമ്മൾ വീട്ടിൽ വെച്ച് പൂജിച്ചാൽ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് ഒരു മഞ്ഞൾ ഗണപതിയെയെങ്കിലും ഉണ്ടാക്കി വെച്ച് ഞാൻ ഈ പറയുന്ന ഒരു വഴിപാട് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ ഒരു രീതിയിലും സാധിക്കില്ല എന്നുള്ളവർക്ക് വീട്ടിലുള്ള ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹത്തിലോ ഇത് ചെയ്യാവുന്നതാണ്. അതിനായി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിത് ഒരു ദിവസമായിട്ട് ചെയ്യാം. അതായത് നാളെ മാത്രമായിട്ട്, അല്ലെങ്കിൽ ബുധനാഴ്ച മാത്രമായിട്ട്, അങ്ങനെ അല്ലെങ്കിൽ 3 ദിവസം, 5 ദിവസം, 7 ദിവസം, 9 ദിവസം, 11 ദിവസം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ദിവസം ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധമായി ഭഗവാന്റെ ഫോട്ടോയാണോ വിഗ്രഹമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊരു പീഠത്തിൽ ചെറുതായിട്ട് മഞ്ഞൾ പൂശി എന്തെങ്കിലും അറിയാവുന്ന ഒരു കോലമിട്ട് അതിനു മുൻപിൽ ചുമപ്പോ പച്ചയോ മഞ്ഞ കളറിലെയോ ഒരു ക്ലോത്ത് വിരിച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഭഗവാനെ സ്ഥാപിച്ചിട്ട് ഭഗവാന് മാലയോ പൂക്കളോ എന്തൊക്കെയാണോ സമർപ്പിക്കുന്നത് അതൊക്കെ സമർപ്പിക്കുക. ഭഗവാന്റെ മുൻപിലായിട്ട് മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കാൻ പറ്റുന്നവർ മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെക്കാം. നിങ്ങൾ കളിമൺ ഗണേശനെ പൂജിക്കുന്നവരാണെങ്കിലും ഒരു മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കളിമൺ വിഗ്രഹമാണ് നിങ്ങൾ പൂജിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കളിമൺ ഗണേശനെ പീഠത്തിൽ സ്ഥാപിക്കണം. മഞ്ഞൾ ഗണപതിയാണെങ്കിൽ ഒരു വെറ്റില എടുത്തിട്ട് ആ വെറ്റിലയ്ക്ക് മുകളിൽ നിങ്ങൾ വെച്ചാൽ മതിയാവും. അത് 1 or 3 ദിവസം പൂജ ചെയ്യുന്നവർ, അതിൽ കൂടുതൽ പൂജ ചെയ്യുന്നവർ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിൽ മഞ്ഞൾ ഗണപതി ഉണ്ടാക്കി വെക്കുന്നതാണ് ഉത്തമം. കാരണം 2-3 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വെച്ച ആ വെറ്റില വാടും. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിന് മുകളിൽ വെച്ചാൽ മതി. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളവരൊക്കെ 3 ദിവസം അല്ലെങ്കിൽ 1 ദിവസമൊക്കെ ആയിരിക്കും ഭഗവാനെ പൂജിക്കുക എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനൊരു ദീപമൊക്കെ കൊളുത്തി വെക്കുക. ഭഗവാന്റെ 2 സൈഡിലും ദീപങ്ങൾ കൊളുത്തി ഭഗവാന്റെ മുൻപിലും ദീപങ്ങൾ കൊളുത്താൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വൈറ്റ് കളറിലെ പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഒരാഗ്രഹം മാത്രം എഴുതാം. അങ്ങനെയല്ലെങ്കിൽ അടുത്ത വർഷം ഗണേശ ചതുർത്ഥിക്ക് മുൻപ് ആഗ്രഹിച്ച് കിട്ടേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു പേപ്പറിൽ എഴുതി മഞ്ഞളും കുങ്കുമവും ഇട്ട് ആ പേപ്പർ മടക്കിയിട്ട്
ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ അടിയിൽ, അതായത് ഭഗവാനെ നമ്മൾ ഓൾറെഡി വെച്ചു കഴിഞ്ഞു, വെക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥിച്ച് ഈ ഒരു പേപ്പർ വെച്ചിട്ട് വേണം അതിന് മുകളിൽ ഭഗവാനെ സ്ഥാപിക്കാൻ. ഇത് മഞ്ഞൾ ഗണപതിയാണെങ്കിലും കളിമൺ ഗണേശനാണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും ഇത് ആദ്യം തന്നെ ചെയ്യുക. ആഗ്രഹങ്ങൾ എഴുതാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും എഴുതരുത്. അറ്റ്ലീസ്റ്റ് ഒരു 5 എണ്ണമൊക്കെ എഴുതിയാൽ തന്നെ അത് ധാരാളമാണ്. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 18 കറുകപ്പുല്ലുകൾ എടുക്കുക. കറുകപ്പുല്ലുകളാണ് ഇതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇനി കറുക കിട്ടാൻ യാതൊരു വഴിയും ഇല്ലാത്തവർക്ക് എരിക്കിൻ്റെ ഇല എടുക്കാം. എരിക്കിലയും കിട്ടാൻ ഒരു വഴിയും ഇല്ലാത്തവർക്ക് ആലില എടുക്കാം. ഇനി ഈ 3 ഇലകളും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ, മുക്കൂറ്റി കിട്ടുമെന്നുണ്ടെങ്കിൽ 18 മുക്കൂറ്റി എടുക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവ്, ശംഖുപുഷ്പം, ചെത്തിപ്പൂവ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് പൂക്കൾ ലഭിക്കുന്നോ അതെടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഭഗവാന് 21 പത്രങ്ങൾ കൊണ്ട് നമുക്ക് പൂജ ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ തുളസിയില, കൂവളത്തില, ആലില, മാതള നാരകത്തിൻ്റെ ഇല, മാവിൻ്റെ ഇല, അതുപോലെ ജാതിപത്രിയുടെ ഇല, ജാതിമല്ലിയുടെ ഇല, ഇങ്ങനെ ഒരുപാട് ഇലകളുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് 21 ഇലയും ഒന്നിച്ച് ഈ പൂജാ സ്റ്റോഴ്സിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഞാൻ ഈ പറഞ്ഞ ഇലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇലകൾ കിട്ടുമെങ്കിൽ അത് 18 എണ്ണം എടുത്താൽ മതിയാകും. ചെമ്പകത്തിൻ്റെ ഇലയും എടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ പറയുന്ന ഈ 18 നാമങ്ങൾ ഓരോ നാമങ്ങളായിട്ട് ചൊല്ലി ഭഗവാന് നമ്മൾ കറുകപ്പുല്ലോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പൂക്കളാണോ സമർപ്പിക്കുന്നത് അത് സമർപ്പിക്കുക, അല്ലെങ്കിൽ പൂവിൻ്റെ ഇതളുകൾ സമർപ്പിക്കുക. ഇത് നിങ്ങൾ എത്ര ദിവസം ഗണപതി ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നോ അത്രയും ദിവസം ഒരേ സമയത്ത് ചെയ്യണം. ഗണപതി ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നവരാരും തന്നെ വീട്ടിൽ നോൺ വെജ് പാചകം ചെയ്യാനോ കഴിക്കാനോ പാടില്ല. അതെടുത്ത് പറയേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരേ സമയത്ത് ഈ ഒരു പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ എന്തൊരാഗ്രഹം, ഇപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കുറച്ച് ആഗ്രഹങ്ങൾ എഴുതി ഭഗവാനെ അവിടെ സ്ഥാപിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് പർട്ടിക്കുലറായിട്ട് ഒരേ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ ചെയ്യുന്നത്. ഇത് 1 വർഷം കൊണ്ട് നമുക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹങ്ങളാണ് നമ്മൾ എഴുതി ഭഗവാന് സമർപ്പിച്ചത്. നമ്മൾ ഈ അർച്ചന ചെയ്യുന്നത് ഏതെങ്കിലും ഒരേ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഈ 18 നാമങ്ങൾ, ഓരോ നാമങ്ങൾ ചൊല്ലുമ്പോഴും ഓരോ കറുകയെടുത്ത് നമ്മുടെ നെറ്റിയോട് ചേർത്ത് വെക്കണം. നമ്മുടെ നെറ്റി, അതിപ്പം കറുകയല്ല, എന്തുകൊണ്ടാണോ നിങ്ങൾ അർച്ചന ചെയ്യുന്നതെങ്കിലും അത് നമ്മുടെ വലത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും മോതിരവിരലും കൂട്ടി നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മുടെ നെറ്റിയോട് ചേർത്ത് വെച്ചിട്ട് ഭഗവാന്റെ മന്ത്രം ചൊല്ലി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം. അങ്ങനെ 18 കറുകയും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഭഗവാന് ധൂപദീപ ആരതിയെടുത്ത് നിവേദ്യമായിട്ട് കൊഴുക്കട്ട സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. 3, 5, 7, 9, 11, 18, 21 കൊഴുക്കട്ടകൾ ഭഗവാൻ ഉണ്ടാക്കി സമർപ്പിക്കാം. ഓരോ കൊഴുക്കട്ട ഉരുട്ടുമ്പോഴും നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ അർച്ചന ചൊല്ലുമ്പം എന്ത് പ്രാർത്ഥനയാണോ നിങ്ങൾ വെക്കുന്നത് ആ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊഴുക്കട്ട ഉരുട്ടി വേണം ഭഗവാന് നമ്മൾ സമർപ്പിക്കാൻ. ഇത് 1 ദിവസം മാത്രമായിട്ട് ചെയ്യാം, 3 ദിവസം ചെയ്യാം, 5 ദിവസം ചെയ്യാം, 7 ദിവസം ചെയ്യാം, 9 ദിവസം, 11 ദിവസം. 11ാമത്തെ ദിവസം അനന്ത ചതുർദശി ദിവസം, അതാണ് ഏറ്റവും അവസാനത്തെ ദിവസം. ഇപ്പം ചൊവ്വാഴ്ച ഗണേശ ഭഗവാനെ വീട്ടിൽ സ്ഥാപിക്കുന്നവർ ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ചയാണ് നിമഞ്ജനം ചെയ്യേണ്ടത്. നിമഞ്ജനം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു.
നിമജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ മഞ്ഞൾ ഗണപതി ആണെങ്കിലും കളിമൺ ഗണപതി ആണെങ്കിലും കടലിൽ തന്നെയോ അല്ലെങ്കിൽ ഒഴുകുന്ന പുഴയിൽ തന്നെ കൊണ്ട് ഒഴുക്കണം എന്നില്ല. നിങ്ങളുടെ വീടിനടുത്ത് ഒഴുകുന്ന പുഴയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടൊഴുക്കാം. അങ്ങനെ അല്ലാത്തവർ ശുദ്ധമായ ഒരു പാത്രം, ഞാൻ എല്ലാ വർഷവും പുതിയൊരു പാത്രമാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യാത്ത വൃത്തിയുള്ളൊരു പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിറയെ വെള്ളമെടുത്ത് മഞ്ഞൾപ്പൊടിയും കുങ്കുമവും കുറച്ച് പൂക്കളും ഇട്ടിട്ട് ഓം ഗം ഗണപതിയെ നമഃ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലെ പുരുഷന്മാരെ കൊണ്ട് അത് നിമജ്ജനം ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുരുഷന്മാരില്ലെങ്കിൽ സ്ത്രീകൾക്കും ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആ ഗണേശൻ്റെ കൂടെ എഴുതി വെച്ചിരുന്ന പേപ്പറും കൂടെ ആ കൂടത്തിൽ തന്നെ നിമജ്ജനം ചെയ്യണം. ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഫോട്ടോയുടെയോ അതല്ലെങ്കിൽ ബ്രാസിൻ്റെയൊക്കെ വിഗ്രഹത്തിൻ്റെ അടിയിലാണ് നിങ്ങൾ ഈ എഴുതി ആഗ്രഹം വെച്ചിരുന്നതെങ്കിലും നിങ്ങൾ എത്ര ദിവസം പൂജ ചെയ്യുന്നു അതിനുശേഷം ആ പേപ്പറോട് കൂടി തന്നെ ഭഗവാനെ അഭിഷേകം ചെയ്യുക. അതായത് ആ പേപ്പറോട് കൂടി ഭഗവാനെ എടുത്ത് ഇതേപോലെ വെള്ളത്തിൽ മുക്കിയാൽ മതിയാകും. മുക്കിയതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ യഥാസ്ഥാനത്ത് തിരിച്ചു വെക്കാവുന്നതാണ്. ഇനി ആ മണ്ണ് എന്ത് ചെയ്യുമെന്ന് കുറേ പേർക്ക് സംശയമുണ്ട്. ആ മണ്ണ് ഇപ്പം നമ്മൾ ഭഗവാനെ മുക്കി വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് കളിമണ്ണാണെങ്കിൽ അത് നന്നായിട്ട് അലിഞ്ഞതിനകത്തിരിക്കും. അത് നമ്മൾക്ക് ചെടിയുടെ ചുവട്ടിലിടാം. അങ്ങനെ അല്ലെങ്കിൽ ആ മണ്ണിന് പുറത്തായിട്ട് കുറച്ചും കൂടി മണ്ണൊക്കെ ചേർത്ത് എന്തെങ്കിലും ചെടി, തുളസിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെടിയാണോ നിങ്ങൾക്ക് നല്ല ചെടിയുള്ളത് അത് നട്ടു വെക്കാവുന്നതാണ്. ഈവൻ മഞ്ഞൾ ഗണപതിയെയും ഇതേ രീതിയിൽ വേണം നമ്മൾ നിമജ്ജനം ചെയ്യാൻ. മഞ്ഞൾ ഗണപതിയെ നിമജ്ജനം ചെയ്യുമ്പം ആ മഞ്ഞൾ വെള്ളം നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി അത് ഒഴിച്ചു കളഞ്ഞാൽ മതിയാവും. ഈ ഒരു കാര്യം നിങ്ങൾ അത്രമാത്രം വിശുദ്ധിയോടും പരിപാവനതയോടും കൂടി ഭഗവാന് ചെയ്താൽ നിങ്ങൾ എന്ത് ആഗ്രഹം ഭഗവാന് സമർപ്പിച്ചാലും അത് സാധിച്ചു കിട്ടും. ഈ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ഒരു വർഷക്കാലം, അതായത് ഒരു വർഷത്തിന് മുൻപ് നിങ്ങൾ ഭഗവാനോട് പറയുന്ന കാര്യം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും. എല്ലാ വർഷവും ഏകദേശം 2016 മുതൽ ഗണേശ പൂജ ചെയ്തു തുടങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ. ആ വർഷം മുതൽ ഞാൻ മുടങ്ങാതെ ചെയ്യുന്നതാണ് ഈ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഞാൻ ഒരുപാട് റെമഡീസ് ഗണേശ ചതുർത്ഥിക്ക് ചെയ്യാറുണ്ട്. ഒരു റെമഡി മാത്രമല്ല, ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പല റെമഡികൾ ചെയ്യാം. അങ്ങനെയല്ല, പല കാര്യങ്ങൾക്ക് പല റെമഡികൾ ചെയ്യാം. ഗണേശ ചതുർത്ഥി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഉത്സവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യണം. ചെയ്താൽ ഫലം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് ആ 18 മന്ത്രങ്ങൾ ഏതാണെന്ന് നോക്കാം. ഓം സുമുഖായ നമഃ, ഓം ഏകദന്തായ നമഃ, ഓം കപിലായ നമഃ, ഓം ഗജകർണകായ നമഃ, ഓം ലംബോദരായ നമഃ, ഓം വികടായ നമഃ, ഓം വിനായകായ നമഃ, ഓം വിഘ്നനാശനായ നമഃ, ഓം ധൂമ്രകേതവേ നമഃ, ഓം ഗണാധ്യക്ഷായ നമഃ, ഓം ബാലചന്ദ്രായ നമഃ, ഓം ഗജാനനായ നമഃ, ഓം വക്രതുണ്ഡായ നമഃ, ഓം ശൂർപകർണായ നമഃ, ഓം ഹേരംബായ നമഃ, ഓം സ്കന്ധപൂർവജായ നമഃ, ഓം സിദ്ധിവിനായകായ നമഃ, ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഇതൊക്കെയാണ് ആ ഒരു 18 നാമങ്ങൾ. ഞാൻ പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾ അർച്ചന ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ൊക്കെ ഫലം ഉറപ്പായും ലഭിച്ചിരിക്കും. നിങ്ങൾ എന്തൊക്കെയാണോ പേപ്പറിൽ എഴുതി ഗണേശ ഭഗവാന് സമർപ്പിച്ചത്, ഗണേശ ഭഗവാൻ തിരിച്ച് ശിവൻ്റെയും പാർവതിയുടെയും അടുത്തോട്ട് പോകുമ്പോൾ ആ പേപ്പറിൽ ആ ആഗ്രഹം കൂടി കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ചെന്ന് ഭഗവാൻ യഥാസമയത്ത് അതിന് ഓരോന്നും ഓരോ സമയം അനുസരിച്ച് നമുക്ക് ചെയ്തു തന്നിരിക്കും. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.